ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക്. ഇതുപോലെ ഭക്ഷണം നമ്മുടെ പാത്രത്തിലിരിക്കുന്നത്, ഇത് ആത്തിച്ചക്കയാണ്, മുള്ളാത്തിച്ചക്ക. ഇതല്ല വേറെ എന്ത് ഭക്ഷണം ആയാലും ശരി തന്നെ, ചോറായാലും കറിയായാലും ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം ബിസ്മി പറഞ്ഞേ കഴിക്കാവൂ. എന്നിട്ട് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കെ ഇതുപോലെ കുരുവോ വേസ്റ്റോ വന്നാൽ ഒരിക്കലും ഈ പാത്രത്തിൽ ഇങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂട്ടി വയ്ക്കാൻ പാടില്ല. ചോറായാലും മീനിൻ്റെ മുള്ള, ഇറച്ചിയുടെ മുള്ള ഒന്നും ഈ പാത്രത്തിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ പാടില്ല. ഇതെന്ത് ചെയ്യണം? ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതുപോലെ ബിസ്മിയും പറഞ്ഞ് മാത്രമേ ഈ ഭക്ഷണം നമ്മൾ കഴിക്കാവൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ കഴിച്ചതിന് ശേഷം ഈ കുരു വരുമ്പം നമ്മൾ വായിലായാലും ശരി തന്നെ കുരു വരുമ്പോൾ തുപ്പി ഇതിലിടണം. ഒരിക്കലും പാത്രത്തിൽ വയ്ക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളെയും ഇത് പഠിപ്പിക്കണം. കാരണം ഇന്നത്തെ തലമുറയോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇതൊരു വൃത്തികെട്ട സ്വഭാവം കൂടിയാണ്. ഈ പാത്രത്തിൽ ഈ കുരുക്കൾ നമ്മൾ വായിലുള്ളത് തുപ്പി ഇങ്ങനെ വയ്ക്കുന്നത് ഒരു വൃത്തികെട്ട സ്വഭാവം കൂടിയാണ്. പകരം ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചാൽ ഇത് നമുക്ക് കൊണ്ട് കളയാം. എച്ചിലായാലും ചോറിൻ്റെ അവശിഷ്ടമായാലും ഇറച്ചിമുള്ള്, മീൻമുള്ള് എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊണ്ട് കളയാം. ഇത് നമുക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. അപ്പം 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. 1, ബിസ്മിയും പറഞ്ഞ് കഴിക്കുക. 2, ഇതിൻ്റെ കുരുക്കൾ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വയ്ക്കാണ്ട് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. 3-മത്തത് കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന അള്ളാഹുവിന് നന്ദി പറയുക. അത് 3ഉം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു വയ്ക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.